ഹലോ ഗൈസ്, ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസിലെ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു സീരീസിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ക്രിപ്റ്റോ ട്രേഡിംഗ് പഠിക്കാം, അതുപോലെ നമ്മൾ ഈ ഒരു സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഓഫീസ് അവേഴ്സിന് ശേഷം അല്ലാതെ ക്ലാസ്സിനെല്ലാം ശേഷം ഈ ഒരു സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാം, അത്തരം കാര്യങ്ങളാണ് ഈ ഒരു സീരീസിലൂടെ നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ക്രിപ്റ്റോ കറൻസിയെ പറ്റിയും ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിനെ പറ്റിയുമുള്ള A to Z കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ബിറ്റ് കോയിനും അതുപോലെ മറ്റു ഓൾട്ട് കോയിൻസ് എല്ലാം വാങ്ങിക്കാമെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് മാർക്കറ്റിൽ പുതുതായിട്ട് വന്നിട്ടില്ല ബിഗിനേഴ്സിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ നിങ്ങളുള്ള ആളുകളാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഇതിന് പുതിയതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ്ലി മാർക്കറ്റിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ്ലി ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിനി ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കണമെന്നുണ്ട് എന്ത് വേണം? ഒരു ക്രിപ്റ്റോ ബ്രോക്കറുടെ ആവശ്യമുണ്ട്. നമുക്കറിയാം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അപ്സ്റ്റോക്സ്, സെറോദ അത്തരത്തിലുള്ള ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും സ്റ്റോക്സ് എല്ലാം വാങ്ങിക്കുന്നത്. അതുപോലെ ഈ ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കാൻ നമുക്ക് എന്ത് വേണം? ഒരു ക്രിപ്റ്റോ ബ്രോക്കറുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം മാർക്കറ്റിൽ ഒരുപാട് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്രിപ്റ്റോ ബ്രോക്കേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബൈനാൻസ് എന്നുള്ളൊരു ബ്രോക്കറാണ്. ബൈനാൻസ് ഒരുപാടായിട്ട് ക്രിപ്റ്റോ മാർക്കറ്റിലുള്ള ഒരു ബ്രോക്കറാണ്. അതുപോലെ തന്നെ ടോപ്പ് റാങ്കിങ്ങിൽ, ക്രിപ്റ്റോയിൽ ടോപ്പ് റാങ്കിങ്ങിൽ നിൽക്കുന്ന ഒരു ബ്രോക്കറാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബൈനാൻസിൻ്റെ വെബ്സൈറ്റിലാണ്. നമുക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇവിടെ അവർ കാണിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് 249 മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബൈനാൻസ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് മറ്റു ക്രിപ്റ്റോ ബ്രോക്കേഴ്സിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബൈനാൻസിൽ നമ്മൾ ക്രിപ്റ്റോ വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴൊക്കെയുള്ള ബ്രോക്കറേജ് എന്നുള്ള കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുപോലെ അത്യാവശ്യം നല്ല വോളിയുള്ള ഒരു ബ്രോക്കർ തന്നെയാണ് ബൈനാൻസ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള എൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് ബൈനാൻസിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രീനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈനാൻസിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവർ നമ്മളെടുത്ത് ആദ്യമായിട്ട് ഇമെയിൽ അഡ്രസ്സ് ഓർ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലാതെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്, ജസ്റ്റ് റീഡ് ചെയ്യാം. നിങ്ങൾക്ക് റീഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് ഓർ ഫോൺ നമ്പറിലേക്ക് ഒരു OTP മെസ്സേജ് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു OTP മെസ്സേജ് നിങ്ങൾക്ക് അടുത്ത സ്ക്രീനിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു OTP വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. നമ്മുടെ ഈ ഒരു അക്കൗണ്ടിന് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു പാസ്വേഡ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ബൈനാൻസിൻ്റെ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ബൈനാൻസ് അക്കൗണ്ട് ലോഗിൻ ചെയ്യാനുള്ള ഒരു യൂസർ നെയിം പാസ്വേഡ് നമുക്ക് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല, എനിക്ക് ബൈനാൻസിൽ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബൈനാൻസിലായിരുന്നു. അപ്പോൾ ഒരുപാട് വർഷം മുന്നേ ക്രിയേറ്റ് ചെയ്ത ഒരു അക്കൗണ്ടാണ്, ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ലോഗിൻ ക്രെഡൻഷ്യൽ വെച്ചിട്ട് ഞാനിവിടെ ലോഗിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബൈനാൻസിൻ്റെ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീനാവും നിങ്ങൾക്ക് ലഭിക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യണം. ക്രിപ്റ്റോ കറൻസി എല്ലാം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഫണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു ഫണ്ട് ആഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ ഈ ഒരു KYC വെരിഫിക്കേഷൻ ഒന്നും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ മൊബൈൽ ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരു KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് മൊബൈൽ ഡിവൈസസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമ്മുടെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ്. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൻ്റെ ഓൾറെഡി KYC വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റഡ് ആണ്, അത് കാരണമാണ് ഇവിടെ വെരിഫൈഡ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മൊബൈൽ എടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഫൈൽ സെക്ഷനിൽ പോവുക. പ്രൊഫൈൽ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ വെരിഫിക്കേഷൻ അൺവെരിഫൈഡ് എന്നുള്ളൊരു സ്റ്റാറ്റസ് കാണാം. അപ്പോൾ ആ ഒരു അൺവെരിഫൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഒരു വെരിഫിക്കേഷൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്, നമ്മുടെ നാഷണാലിറ്റി ഏതാണ്, അതുപോലെ നമ്മളിപ്പോൾ കറൻ്റ്ലി ലൊക്കേറ്റ് ചെയ്തുള്ള കൺട്രി ഏതാണ്, അതുപോലെ നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്ക്രീനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു KYC വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ നമ്മുടെ വോട്ടർ ID, അത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എന്തൊക്കെ ഡോക്യുമെൻറ്റ് വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ് നമ്മൾ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മൾ
ഇന്ത്യയിലുള്ള മറ്റൊരു രാജ്യത്താണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഡോക്യുമെൻ്റ്, അവിടുത്തെ ഗവൺമെൻറ് നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമ്മളെ KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ ഓർ വീഡിയോ വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഒരു KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഏറ്റവും ഈസി നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഫോട്ടോ ഒരു വീഡിയോ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 or 2 hours അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലോ മൊബൈൽ നമ്പറിലോ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്നിട്ട് അതിനുശേഷം നമ്മുടെ ഈ ഒരു പ്രൊഫൈൽ ഐക്കണിൽ വരിക, ഇവിടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആയി എന്നുള്ളത് കൺഫേം ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ ഒരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു KYC വെരിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാമിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ ഇഷ്യൂ ഫേസ് ചെയ്യുന്നത് അതിൻ്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എനിക്ക് ഷെയർ ചെയ്താൽ മതി. ഞാൻ ഫ്രീ ആവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിന് റീപ്ലൈ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു KYC വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു എക്സ്ചേഞ്ചിലേക്ക് ഫണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഡെപ്പോസിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കാണുന്നുണ്ട്. ഇനി നിങ്ങൾ മൊബൈൽ ഫോണാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ താഴെ റൈറ്റ് സൈഡിലായിട്ട് വാലറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഈ ഒരു വാലറ്റ്സിൽ ആഡ് ഫണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഫണ്ട് ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഡെപ്പോസിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 3 ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്നുള്ളത് ബൈ വിത്ത് AED എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള UAE-ലാണ്. അപ്പോൾ അതാണ് എൻ്റെ ലോക്കൽ കറൻസി ദിർഹം ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് പറയുന്നത് ബൈ വിത്ത് ലോക്കൽ കറൻസി. നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ചേഞ്ചിൻ്റെ കയ്യിൽ നമ്മുടെ കയ്യിലുള്ള ലോക്കൽ കറൻസി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രിപ്റ്റോസ് വാങ്ങിക്കാം. രണ്ടാമതായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് P2P ട്രേഡിംഗ് എന്നാണ്. P2P ട്രേഡിംഗ് എന്നുള്ള വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണ്. ഇന്ന് ക്രിപ്റ്റോയിൽ എല്ലാവരും ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ്, യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ എന്ത് വേണം, നമുക്ക് ക്രിപ്റ്റോസ് വേണം. അപ്പോൾ അതുപോലെ നമ്മളെ റീറ്റെയിൽ കസ്റ്റമേഴ്സ് ഉണ്ട്, നമ്മൾ ഇത്തരത്തിലുള്ള നമ്മളെപ്പോലെ റീറ്റെയിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും, അവരുടെ കയ്യിൽ ക്രിപ്റ്റോ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും, അവർക്കത് സെല് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ക്രിപ്റ്റോ സെല് ചെയ്യേണ്ടതും വാങ്ങിക്കേണ്ടവരെയും കണക്ട് ചെയ്യുന്ന, എക്സ്ചേഞ്ചിനകത്ത് കണക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് P2P ട്രേഡിംഗ് എന്നുള്ളത്. ഇനി നമുക്ക് മൂന്നാമതായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം, ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്നുള്ളത്. ഈ ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ക്രിപ്റ്റോ അവൈലബിൾ ആണ്, നമ്മുടെ കയ്യിൽ മറ്റ് എക്സ്ചേഞ്ചിലെല്ലാം നമ്മുടെ ഹാർഡ്വെയർ വാലറ്റിലെല്ലാം ക്രിപ്റ്റോസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ക്രിപ്റ്റോനെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ബൈനാൻസിൻ്റെ എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അതിനുള്ള ഒരു ഓപ്ഷനാണ് ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ബൈ വിത്ത് AED എന്നുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്യാം, അല്ലാതെ ബൈ വിത്ത് ലോക്കൽ കറൻസി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ നമ്മുടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ എക്സ്ചേഞ്ചിൻ്റെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ലോക്കൽ കറൻസി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്നുള്ള നമുക്ക് ഒരിക്കലും കോസ്റ്റ് എഫക്റ്റീവ് അല്ല. കാരണം നമ്മൾ എക്സ്ചേഞ്ചിനായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്ന എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ള വളരെ കുറവായി കാരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മുടെ കറൻസി കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ചിന് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് റേറ്റ് വളരെ കൂടുതലാവും. അതുപോലെ നമ്മൾ വിൽക്കുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് വളരെ വില കുറച്ചിട്ടാണ് റേറ്റ് എല്ലാം കാര്യങ്ങളെല്ലാം കിട്ടൽ. അതുപോലെ തന്നെ ഈ എക്സ്ചേഞ്ചിനായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് എക്സ്ചേഞ്ചിന് എന്ത് ചെയ്യേണ്ടി വരും, എക്സ്ചേഞ്ചിൻ്റെ ചാർജസ് കൊടുക്കേണ്ടി വരും. അതുപോലെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ബാങ്ക് വഴിയാണ് എക്സ്ചേഞ്ചിൽ നിന്ന് ഫണ്ട് ഇത് വാങ്ങിക്കും, ക്രിപ്റ്റോസ് വാങ്ങിക്കുന്നത്. അപ്പോൾ ബാങ്ക് വഴി ഡീൽ ചെയ്യുന്നതിന് ബാങ്കിന് അഡീഷണൽ ആയിട്ട് ഒരു ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ടോട്ടലി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് എന്നുള്ളത് എന്ത് ചെയ്യുന്നത്, നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടൊന്ന് ക്രിപ്റ്റോയിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു P2P ട്രേഡിംഗ് എന്നുള്ള ഈ ഒരു സെക്കൻഡ് ഓപ്ഷനാണ്. എന്നെല്ലാവരും ക്രിപ്റ്റോ മാർക്കറ്റിൽ നിന്ന് എല്ലാവരും യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി ചെക്ക് ചെയ്യാം എന്താണ് P2P ട്രേഡിംഗ് എന്ന്. അപ്പോൾ നമുക്കിവിടെ ഈ P2P ട്രേഡിംഗ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്, നമുക്കിത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു P2P ട്രേഡിങ്ങിൻ്റെ ഇൻ്റർഫേസ് ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരുപാട് സെല്ലേഴ്സ് ഇവിടെ ലിസ്റ്റഡ് ആണ്. ഈ ക്രിപ്റ്റോ സെല് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് റീറ്റെയിൽസ് സെല്ലേഴ്സ് ഇവിടെ ലിസ്റ്റഡ് ആണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ ഒരുപാട് സെല്ലേഴ്സ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഡീല് പ്രൊവൈഡ് ചെയ്യുന്ന, റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെല്ലറെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്രിപ്റ്റോ ഫീൽഡിൽ നമ്മൾ ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ കറൻസി ഉപയോഗിച്ചുകൊണ്ട്, അല്ലാതെ നമ്മുടെ ഫിയറ്റ് കറൻസി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാങ്ങിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം നമ്മുടെ ലോക്കൽ കറൻസി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റേബിൾ കോയിൻസ് വാങ്ങിക്കുക എന്നുള്ളതാണ്. USDT അല്ലാതെ USDC അത്തരത്തിലുള്ള സ്റ്റേബിൾ കോയിൻസ് വാങ്ങിക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റേബിൾ കോയിൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് ക്രിപ്റ്റോ ആണോ വാങ്ങിക്കേണ്ടത്, ബിറ്റ് കോയിൻ ആണോ അല്ലാതെ ഏതെങ്കിലും ഓൾട്ട് കോയിൻസ് ആണോ, ആ ഒരു ഓൾട്ട് കോയിൻസ് വാങ്ങിക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. നമ്മൾ ക്രിപ്റ്റോ കറൻസി ഫീൽഡിൽ, ക്രിപ്റ്റോ മാർക്കറ്റിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്നുള്ളത്, അല്ലാതെ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്നുള്ളത് അതാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അടുത്തായിട്ടുള്ളൊരു സംശയം എന്നുള്ളത് ഈ ഒരു P2P ട്രേഡിംഗ് എന്നുള്ളത് സേഫ് ആണോ സെക്യൂർഡ് ആണോ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇവിടെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരാളെടുത്താണ് നമ്മൾ ക്യാഷ് അയച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഇത് സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കാരണം ക്രിപ്റ്റോ
ഫീൽഡിൽ ഒരുപാട് ആളുകൾ, എല്ലാം മെജോറിറ്റി ആളുകളും യൂസ് ചെയ്യുന്ന ഒരു ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് P2P ട്രേഡിംഗ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ എക്സ്ചേഞ്ചിനും അറിയാം, കാരണം നമ്മൾ ഈ ഡീൽ ചെയ്യാൻ പോകുന്ന നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ആളുകൾ എടുത്താണെന്നുള്ളത്. അപ്പോൾ അവരിതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു P2P ട്രേഡിംഗ് എന്നുള്ള എന്താണ് സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണെന്നുള്ളതാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെല്ലറെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് എല്ലാവരും ഫോളോ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ്, ഏറ്റവും നല്ല ഓർഡർ കംപ്ലീഷൻ റേറ്റോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള സെല്ലർ ആരാണോ അവരുടെ അടുത്ത് നിന്ന് ക്രിപ്റ്റോസ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് ഇവിടെ ട്രാൻസാക്ഷൻ എമൗണ്ട് ഉണ്ട്, നമ്മൾ എത്ര എമൗണ്ടിനാണോ ഒരു ക്രിപ്റ്റോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ല USDT വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ഒരു 100 ദിറംസിനാണ് ഈ ഒരു USDT വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 100 ദിറംസിന് ഡീൽ ചെയ്യുന്ന ഒരുപാട് ക്രിപ്റ്റോ സെല്ലേഴ്സിനെ, USDT സെല്ലേഴ്സിന് നമുക്ക് ഇവിടെ താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല റേറ്റ് 3.705 ആണ്. ഇവർ 643 ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ കംപ്ലീഷൻ റേറ്റ് എന്നത് 97.90 ആണ്. താഴെ എന്ന് പറയുന്നത് താഴെ വേറൊരു സെല്ലർ ഉണ്ട്, അവർ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തതിൽ 1575 ഓർഡേഴ്സ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കംപ്ലീഷൻ റേറ്റ് എന്നുള്ളത് 99.30 ആണ്. നമുക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഇവരുടെ റേറ്റ് തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല. നമുക്ക് ഇതിന് ഏത് സെല്ലറും ചൂസ് ചെയ്യാം, കാരണം രണ്ട് സെല്ലേഴ്സിനും അത്യാവശ്യം നല്ല ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ നല്ല കംപ്ലീഷൻ റേറ്റ് ഇവർക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഈ ഒരു സെല്ലർ എടുത്ത് തന്നെ നമുക്ക് വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈ USDT എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഈ ഒരു സെല്ലർ വെച്ചുള്ള ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ സെല്ലേഴ്സിനും കേസ് ടു കേസ് ഡിഫറെൻ്റ് ആവും. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം നിങ്ങൾ റീഡ് ചെയ്യുക, എന്നിട്ട് മാത്രം നിങ്ങളെ ട്രാൻസാക്ഷൻ പ്രൊസീഡ് ചെയ്യാം. അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ എത്ര എമൗണ്ടിനാണോ USDT വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു എമൗണ്ട് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരു 100 ദിറംസ് ഞാൻ കൊടുക്കുമ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നത് 26.94 USDT ആണ്. അതുപോലെ പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ 2 ഓപ്ഷനാണ് എനിക്കുള്ളത്, ബാങ്ക് ട്രാൻസ്ഫർ അതുപോലെ ക്യാഷ് ഡെപ്പോസിറ്റ് ഡയറക്റ്റ്ലി ടു ബാങ്ക്. ഈ 2 ഓപ്ഷൻസാണ് എനിക്കുള്ളത്. അതുപോലെ നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കിവിടെ UPI പേയ്മെൻറ്റ് മെത്തേഡ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആവും. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ബാങ്ക് ട്രാൻസ്ഫർ ആണ്, ബാങ്ക് ട്രാൻസ്ഫർ ചൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ റേറ്റ് കാര്യങ്ങളെല്ലാം എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈ USDT എന്നുള്ളൊരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം, നമ്മുടെ ഈ ഓർഡർ ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്കിവിടെ ഒരു ഓർഡറിൻ്റെ സമ്മറി കാണുന്നുണ്ട്. നമ്മൾ 100 ദിറംസിനാണ് വാങ്ങിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കൺവേർഷൻ റേറ്റ് എന്ന് പറയും 3.705 ആണ്. നമുക്കിവിടെ കിട്ടാൻ പോകുന്ന USDT എന്നുള്ള എന്താണ് 26.94 USDT നമുക്ക് ഇതിന് അഗെയിൻസ്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാങ്കിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവരുടെ പേയ്മെൻറ്റ്, ഇതിന് അഗെയിൻസ്റ്റുള്ള പേയ്മെൻറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കണം. 100 ദിറംസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവരെന്ത് ചെയ്യും, നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്കിവിടെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു കാണുന്ന സ്ക്രീനിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സെല്ലറായിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ചാറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് പറയാം ഞാൻ ഇത്രയും എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അതിനുള്ള സ്ക്രീൻഷോട്ടാണ് ഈ അറ്റാച്ച് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ അവരത് ക്രോസ് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തിട്ട് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിൽ അവരുടെ അക്കൗണ്ടിലുള്ള USDT നമ്മൾ ഈ ഒരു ബൈനാൻസിൻ്റെ അക്കൗണ്ടിലേക്ക് അവരെന്ത് ചെയ്യും, റിലീസ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു P2P സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ അക്കൗണ്ടിൽ ഓൾറെഡി കുറച്ച് USDT ബാലൻസ് അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ നമുക്ക് ഇനി ഇൻ കേസ് നിങ്ങൾക്കും ഇത്തരത്തിൽ ട്രാൻസാക്ഷനായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഓർഡർ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ക്യാൻസൽ ഓർഡർ കൊടുക്കാം. ക്യാൻസൽ ഓർഡർ കൊടുത്തതിന് ശേഷം ഇവിടെ കാണാൻ ഒരുപാട് റീസൺ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഐ ഡു നോട്ട് വാണ്ട് ടു ട്രേഡ് എനിമോർ എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്നു. താഴെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, ഇതുകൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺഫേം ക്യാൻസലേഷൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ ക്യാൻസൽ ആയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം യു ഹാവ് ക്യാൻസൽ ദ ഓർഡർ, നമ്മുടെ ഈ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങൾ ഈ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിലേക്ക്, ബൈനാൻസിൻ്റെ അക്കൗണ്ടിലേക്ക് അവരെന്ത് ചെയ്യും, USDT റിലീസ് ചെയ്യുന്നതാണ്. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫണ്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഫണ്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ മൊബൈലിലാണ്, നിങ്ങൾ വാലറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ഡെസ്ക്ടോപ്പാണ് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പ്രൊഫൈൽ സെക്ഷനിൽ പോകുക. പ്രൊഫൈൽ സെക്ഷനിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അസറ്റ് എന്നുള്ള ഈ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമ്മുടെ USDT വന്നിട്ടുണ്ടെന്ന് നമുക്കത് അവൈലബിൾ ആണ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അസറ്റ് ഓപ്ഷൻ
ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ മൈ അസറ്റ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ USDT എന്നുള്ള ഈ അസറ്റ് ഇവിടെ ഉണ്ട്, ഈ ഒരു USDT എന്നുള്ള കോയിൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര എമൗണ്ടിനാണോ നിങ്ങൾ ഈ ഒരു ക്രിപ്റ്റോ വാങ്ങിച്ചിട്ടില്ല, ആ ഒരു വാങ്ങിച്ച എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ റിഫ്ലക്റ്റ് ആവും. അപ്പോൾ ഞാനിവിടെ ഈ കാണുന്ന 250 USDT എന്നുള്ളത് ഞാൻ ഓൾറെഡി ഇതിൽ വാങ്ങി വെച്ചൊരു USDT ആയിരുന്നു. അപ്പോൾ അതെനിക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഈ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു USDT ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിറ്റ് കോയിൻ അല്ലാന്നുണ്ട് മറ്റു ഓൾട്ട് കോയിൻസ് എല്ലാം വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു USDT ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിറ്റ് കോയിൻ അല്ലാന്നുണ്ട് മറ്റു ഓൾട്ട് കോയിൻസ് എല്ലാം വാങ്ങിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ബൈനാൻസിൻ്റെ ഹോം സ്ക്രീനിൽ പോവാം. ഇപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ബൈ ക്രിപ്റ്റോ, മാർക്കറ്റ്സ്, അതുപോലെ ട്രേഡ്, ഫ്യൂച്ചേഴ്സ്, ഏൺ, സ്ക്വയർ, മോർ. ഇതെന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് വരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ബിറ്റ് കോയിനും അതുപോലെ മറ്റു ഓൾട്ട് കോയിൻസ് എല്ലാം വാങ്ങിക്കുക എന്നുള്ളത്, നമ്മൾ USDT യൂസ് ചെയ്തുകൊണ്ട് വാങ്ങിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ട്രേഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ കാണുന്നുണ്ട്. നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് സ്പോട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പോട്ട് ട്രേഡിങ്ങിൻ്റെ വിൻഡോ ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നമ്പേഴ്സും ക്യാൻഡിൽ സ്റ്റിക്സ്, ചാർട്ട്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്നും കണ്ട് ഒട്ടും വെറി ചെയ്യേണ്ട, കാരണം നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം എന്താണെന്നുള്ള ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആദ്യം നമുക്ക് കാണാം BTC USDT എന്ന് എഴുതിയിട്ടുണ്ട്. അത് പറയുന്നത് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ചാർട്ട് എന്നുള്ളത് ബിറ്റ് കോയിൻ്റെ ചാർട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബിറ്റ് കോയിൻ അല്ല മറ്റു ക്രിപ്റ്റോ കറൻസിയാണ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ റൈറ്റ് സൈഡിൽ വരിക. റൈറ്റ് സൈഡിൽ വന്ന സെർച്ച് ബോക്സ് കാണാം. സപ്പോസ് നമുക്ക് വാങ്ങിക്കേണ്ട എത്തീറിയം ആണ്. അപ്പോൾ എത്തീറിയത്തിൻ്റെ ഷോർട്ട് കോഡ് വരുന്നത് ETH എന്നാണ്. അപ്പോൾ ETH എന്നിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള സ്റ്റേബിൾ കോയിൻ എന്നുള്ള USDT ആണ്. അപ്പോൾ ETH USDT എന്നിവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഇതിന് പെയർഡ് ആയിട്ടുള്ള എത്തീറിയത്തിൻ്റെ പെയർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എത്തീറിയം വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്തീറിയത്തിൻ്റെ ചാർട്ട് വരും. ആ ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എത്തീറിയം വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബിറ്റ് കോയിൻ ആണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബിറ്റ് കോയിൻ്റെ ചാർട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. ബിറ്റ് കോയിൻ്റെ ചാർട്ടിൽ കുറച്ച് താഴെ, ഈ ഒരു ചാർട്ടിന് താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സെക്ഷൻ കാണാം. ഇവിടെ നമുക്ക് പ്രൈസ്, എമൗണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ എത്രയാണോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് തന്നെയാണ് നമ്മൾ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് ഇത് വാങ്ങിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് മൊബൈലിലും ആപ്ലിക്കേഷനിലും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഇവിടെ സ്പോട്ട് എന്നുണ്ട്, അതുപോലെ ക്രോസ് എന്നുണ്ട്, ഐസൊലേറ്റഡ് ഗ്രിഡ് എന്നല്ലാണ്ട്. അപ്പോൾ നിങ്ങളിതൊന്നും ജസ്റ്റ് ഇപ്പോൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ബിറ്റ് കോയിൻ വാങ്ങിക്കുന്നു, ഒന്നുകിൽ നിങ്ങൾ ലോങ് ടൈമിലേക്ക് അത് ഹോൾഡ് ചെയ്യുന്നു, അല്ലാണ്ട് ഒരു 2 ഡേയ്സിനോ അല്ല 1 വീക്കിനൊക്കെയാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്പോട്ട് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് താഴെ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 3 ഓപ്ഷൻ ആക്ച്വലി കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ഇനീഷ്യലി നിങ്ങൾ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ലിമിറ്റ് എന്നുള്ള ഓർഡറും മാർക്കറ്റ് എന്നുള്ളൊരു ഓർഡർ ടൈപ്പ് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ 2 തരത്തിലുള്ള ഓർഡർ ടൈപ്സുകളാണ് ഈ ഒരു ലിമിറ്റ് എന്നുള്ള മാർക്കറ്റ് എന്നുള്ള ഓർഡറുകൾ. ഇനി ഇതിന് തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര USDT അവൈലബിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ 250 USDT അവൈലബിൾ ആണ്, അതിവിടെ കാണിക്കുന്നുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ എമൗണ്ടിന്, ഈ ഒരു സ്ക്രോളിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫുൾ എമൗണ്ടിന് എനിക്ക് എന്ത് ചെയ്യാം, ബിറ്റ് കോയിൻ വാങ്ങിക്കാം. ഇനി ഒരു ഫുൾ എമൗണ്ട് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ 250 നിന്നൊരു 50 USDT ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ BTC എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, USDTയിലേക്ക് മാറ്റുക. അതിന് ക്ലിക്ക് ചെയ്തിട്ട് USDTയിലേക്ക് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് ഞാൻ എത്ര എമൗണ്ടിനാണ് ഇവിടെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, 50 ആണ്, 50 ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ 250 നിന്നും 50 USDTക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിറ്റ് കോയിൻ വാങ്ങിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ നമ്മളിവിടെ പറഞ്ഞിരുന്നു 2 ടൈപ്പ് മാർക്കറ്റ് ഓർഡറാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ലിമിറ്റ് എന്നുള്ളതും രണ്ടാമത് മാർക്കറ്റ് എന്നുള്ളതും. അപ്പോൾ മാർക്കറ്റ് എന്നുള്ളത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ എത്രയാണ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. 94,481 ഒക്കെയാണ് ലാസ്റ്റ് ട്രേഡ് ചെയ്യുന്ന പ്രൈസ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 50 എന്ന് ഇവിടെ സെലക്ട് ചെയ്തു, ബൈ BTC എന്ന് കൊടുക്കുന്നതിലൂടെ ഇപ്പോഴത്തെ പ്രൈസ് എന്താണ്, ആ ഒരു പ്രൈസിന് നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതാണ്. ആ ഒരു പ്രൈസിന് നമ്മൾ ബിറ്റ് കോയിൻ വാങ്ങിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് 94,500 അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് നമുക്കിപ്പോൾ വേണ്ട, ഞാൻ ഏകദേശം ബിറ്റ് കോയിൻ്റെ പ്രൈസ് കുറഞ്ഞ ഒരു 92,000 ആവുന്ന സമയത്താണ് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ലിമിറ്റ് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുക. ലിമിറ്റ് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം ഞാൻ ഉദ്ദേശിക്കുന്ന എത്ര, ഒരു 92,000 ആ 92,000 ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. എൻ്റർ ചെയ്തിട്ട് എത്ര എമൗണ്ടിനാണോ ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ബൈ BTC എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ പെൻഡിങ്ങിൽ നിൽക്കും. എന്നിട്ട് മാർക്കറ്റിൽ പ്രൈസ് എപ്പോഴാണോ 92,000 BTC എത്തുന്നത് ആ ഒരു പ്രൈസിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോൾ മാർക്കറ്റ് ഓർഡറിലാണ് ഇപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് 50 USDTക്കാണ്. പിന്നെ അതുപോലെ നമ്മുടെ കയ്യിൽ 250 ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്തതിന് ശേഷം
എന്താ ചെയ്യുക, ബൈ BTC എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ബൈ ഓർഡർ ഈസ് ക്രിയേറ്റഡ്, ഫിൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ബാലൻസ് കുറഞ്ഞു. കാരണം നമ്മുടെ USDT ബാലൻസിൽ നിന്ന് 50 USDT നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തു. ഇനി ബാലൻസ് നിൽക്കുന്ന എത്രയാണ്? 200 USDT ആണ് നമ്മുടെ കയ്യിൽ ബാലൻസ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബിറ്റ് കോയിൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഒരു ബിറ്റ് കോയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ പോവുക. പ്രൊഫൈലിൽ പോയിട്ട് ഈ ഒരു അസറ്റ് എന്നുള്ള ഈ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നമ്മുടെ വാങ്ങിച്ചിട്ടുള്ള BTC നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ USDT ഉണ്ട്, അതുപോലെ ബിറ്റ് കോയിൻ ഉണ്ട്. അപ്പോൾ USDT നമ്മുടെ കയ്യിൽ ബാലൻസ് എത്രയാണ്? 200 ഉണ്ട്. അതുപോലെ ബിറ്റ് കോയിൻ നമ്മുടെ കയ്യിൽ ഓൾമോസ്റ്റ് ഒരു 50 USDTക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ബിറ്റ് കോയിൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണെന്നുള്ളതാണ്. ഇപ്പോൾ ഈ വാങ്ങിച്ചിട്ടുള്ള ഒരു ബിറ്റ് കോയിൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെന്ന് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാം. ബിറ്റ് കോയിൻ്റെ പ്രൈസ് നന്നായിട്ട് കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് സെല് ചെയ്യാം. അല്ലാതെ ഒരു 2 days കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൈസ് കൂടിയാണ് നിങ്ങൾക്ക് സെല് ചെയ്യാം. അല്ലാതെ ഒരു 1 week എത്രയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു സമയം വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്തിട്ട് എന്താ ബിറ്റ് കോയിൻ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് വേണമെന്ന് നിങ്ങൾക്ക് സെല് ചെയ്യാമെന്നുള്ളതാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇത് ഹോൾഡ് ചെയ്യുന്നില്ല, നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രം എടുത്തിട്ടുള്ളൊരു ട്രേഡാണിത്. അപ്പോൾ ഞാനിത് ഹോൾഡ് ചെയ്യുന്നില്ല. ഇനി ഇത് എങ്ങനെയാണ് സെല് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സെല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പോയ പോലെ തന്നെ ട്രേഡ് എന്നുള്ള ഒരു സെക്ഷൻ എടുക്കുക, സ്പോട്ടിൽ പോവുക. സ്പോട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ചെക്ക് ചെയ്താൽ അറിയാം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള BTC USDT എന്നുള്ള ഈ ഒരു ചാർട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ പോയ തന്നെ താഴെ വരിക. താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ 200 USDT അവൈലബിൾ ആണ്. അതുപോലെ 50 ബിറ്റ് കോയിനും 50 USDTക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ബിറ്റ് കോയിനും അവൈലബിൾ ആണെന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബിറ്റ് കോയിൻ സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ക്രോളിംഗ് ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഞാൻ പകുതി ബിറ്റ് കോയിൻ എൻ്റെ കയ്യിലുള്ള 50 USDTയിലുള്ള ഇതിൽ ഞാനിവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, USDT എന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ചെയ്തിട്ട് ഈ 50 USDTക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ബിറ്റ് കോയിന് 25 സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തരത്തിൽ സെല് ചെയ്യാം. ഞാൻ അതിന് പകരം എന്താ ചെയ്യുന്നത്? ഞാൻ ഫുൾ എമൗണ്ട് ആണ് ഇപ്പോൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷന് ഫുള്ളായിട്ട് 100%ലേക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സെൽ BTC എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഈ ഒരു മാർക്കറ്റ് ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സിക്യൂട്ട് ആയിട്ട് ഈ ഒരു ഓർഡർ മാർക്കറ്റിൽ ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ അസറ്റിൻ്റെ സെക്ഷനിൽ പോയി നോക്കാം. നമ്മുടെ കയ്യിൽ ഇനി എത്ര USDT ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്, നമ്മുടെ BTC കാര്യങ്ങളെല്ലാം സെല് ചെയ്ത് കംപ്ലീറ്റ് പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ അസറ്റിൻ്റെ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം നമ്മുടെ കയ്യിൽ ഓൾമോസ്റ്റ് 249 USDT അവൈലബിൾ ആണ്. അതുപോലെ നമ്മളിപ്പോൾ സെല് ചെയ്തില്ല, നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവാത്ത ചെറിയൊരു പോർഷന് ബിറ്റ് കോയിന് ചെറിയൊരു പോർഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് ഒരു 1 USDTക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള BTC നമുക്ക് അവൈലബിൾ ആണെന്നുള്ള അറിയാം. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ആവില്ല, കുറച്ച് ചെറിയൊരു പോർഷൻ ഇത്തരത്തിലുള്ള ചെറിയ ഫ്രാക്ഷൻ ആയിട്ടുള്ള എമൗണ്ടുകളൊക്കെ ഇവിടെ നിൽക്കുന്നതാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് USDT മറ്റ് ക്രിപ്റ്റോ കറൻസിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ കയ്യിലുള്ള USDTകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിറ്റ് കോയിനും അതുപോലെ മറ്റ് ഓൾട്ട് കോയിൻസ് ഒക്കെ ഇത്തരത്തിൽ നമുക്ക് വാങ്ങിക്കാനും വിൽക്കാനൊക്കെ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ലോക്കൽ കറൻസി ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേബിൾ കോയിൻസ് വാങ്ങിക്കാമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ വാങ്ങിച്ച സ്റ്റേബിൾ കോയിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ക്രിപ്റ്റോ കറൻസീസ് വാങ്ങിക്കാം, ഈ വാങ്ങിച്ച ക്രിപ്റ്റോ കറൻസീസ് നമുക്ക് എങ്ങനെ സെല് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ടോപ്പിക്സ് എല്ലാം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുന്നതിന് വളരെ ഹെൽപ്ഫുൾ ആവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യാം. ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസ്, മാർക്കറ്റ് അപ്ഡേറ്റ്സ് എല്ലാം നമ്മളവിടെ ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്രിപ്റ്റോ ജേണിയിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് എൻ്റെ സൈഡിൽ നിന്ന് വേണമെന്ന് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്നെ ടെലിഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്നെക്കൊണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ സീ ഗൈസ് വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.